കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, വെൽക്കം ടു ലേൺവൈസ്. ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഗ്നോ ഫോക്കസ് 5.0 ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പേപ്പർ എന്ന് പറയുന്നത് BSOC 105 BA സോഷ്യോളജിയുടെ പേപ്പറാണ്. സോ BA സോഷ്യോളജിയുടെ BSOC 105 എന്ന് പറയുന്ന പേപ്പർ പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ പേപ്പറാണ്. ഇഗ്നോന്റെ ടേം ആൻഡ് എക്സാമിനേഷൻസ് 2025 ഡിസംബറിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ. അപ്പൊ ഇതിന് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഷാർപ്പ് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്ലാനിലൂടെ പോകാനായിട്ടാണ് ലേൺവൈസ് നിങ്ങളോട് പറയുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പാസ്റ്റ് ഇയർ ടേം ആൻഡ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഈ സെക്ഷനിലൂടെ നിങ്ങൾക്ക് തരുന്നത്. അതോടൊപ്പം തന്നെ പ്രീവിയസ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത്, വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺസുകൾ, വരുന്ന ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ്സുകൾ എങ്ങനെയാണ് എന്നുള്ളതും നിങ്ങൾക്ക് ഈ സെക്ഷനിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇതിലൂടെ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള പല സെക്ഷൻസിലൂടെയാണ് പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ്, അതായത് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും വരാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ, അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പവറിന്റെ കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്, ലെജിറ്റിമസിയുടെ കോൺസെപ്റ്റുകൾ റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ എക്സാം പാറ്റേൺ അനാലിസിസ്, അതായത് എക്സാം പാറ്റേൺ അനാലിസിസ് പറയുമ്പോൾ ടൈപ്പ്, ക്വസ്റ്റ്യന്റെ സെക്ഷൻ വൈസ് എത്ര വെയിറ്റേജ് വരുന്നുണ്ട്, വരുന്ന ട്രെൻഡ്സുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ റെക്കറിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കോർ കോൺസെപ്റ്റുവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും പൊളിറ്റിക്കൽ സോഷ്യോളജിയിൽ നിന്ന് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ടോപ്പിക് പ്രോബിലിറ്റി, നമ്മൾ ഈ ഇവിടെ ഓരോ ടോപ്പിക്കുകളും ഹൈ, മീഡിയം, ലോ പ്രോബിലിറ്റി ഏരിയാസുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻസ് ഹൈ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കണം, അല്ലെങ്കിൽ കൂടുതൽ നേരം ഏത് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഒരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ, വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു ഫോർമാറ്റും തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മോഡൽ ആൻസേഴ്സ്, മാർക്കിംഗ് സ്കീമുകൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നതാണ്. അപ്പൊ BSOC 105ന്റെ മൾട്ടിപ്പിൾ ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു അനാലിസിസ് സെക്ഷൻ ആണ് നമ്മളിവിടെ നോക്കുന്നത്. അതായത് തന്നെ നിങ്ങൾക്ക് ക്വിക്ക് ആയിട്ട് സ്മാർട്ട് ആയിട്ട് റിവൈസ് ചെയ്യാനും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും വളരെ കോൺഫിഡൻറ്റോടുകൂടി നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നതാണ്. സോ സിലബസ് മാപ്പിംഗ് ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് നോക്കുമ്പോൾ സ്കോറിംഗ് റെലവൻസ് നോക്കിയിട്ടാണ് നമ്മൾ അത് ഡിസൈഡ് ചെയ്യുന്നത്. അതായത് 10ൽ കൂടുതൽ തവണ വന്നിട്ടുള്ള ഒരു ടോപ്പിക് ആണ് എങ്കിൽ അത് ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും. ഇനി മീഡിയം ലെവലിൽ വരുന്ന ടോപ്പിക്കുകളാണെങ്കിൽ അതൊരു 5 to 9 തവണ എക്സാമിന് അപ്പിയർ ചെയ്തിട്ടുള്ള ടോപ്പിക് ആയിരിക്കും. ലോ പ്രോബിലിറ്റി വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ 5ന് താഴെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും ലോ പ്രോബിലിറ്റി കാറ്റഗറിക്കകത്ത് പെടുത്തുന്നത്. ഇതിന്റെ സിലബസ് മാപ്പിംഗ് ബ്ലോക്ക് വൈസും ടോപ്പിക് വൈസും ആയിട്ട് നോക്കുമ്പോൾ ബ്ലോക്ക് 1 എന്ന് പറയുന്ന അണ്ടർസ്റ്റാൻഡിംഗ് പൊളിറ്റിക്കൽ സോഷ്യോളജിയാണ്. അണ്ടർസ്റ്റാൻഡിംഗ് പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ യൂണിറ്റ് 1 എമർജൻസ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി ടോപ്പിക് എന്ന് പറയുന്നത് എമർജൻസ് ഡെവലപ്മെന്റ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി 12 തവണ വന്നിട്ടുള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 1നകത്ത് വന്നിട്ടുള്ള യൂണിറ്റ് 1 ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി 9 തവണ അപ്പിയർ ചെയ്തിട്ടുള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 1ൽ തന്നെ വന്നിട്ടുള്ള യൂണിറ്റ് 2 ക്ലാസിക്കൽ പെർസ്പെക്ടീവ്, അതിനകത്ത് മാർക്സിയൻ പെർസ്പെക്ടീവ് ഓൺ സ്റ്റേറ്റ് ആൻഡ് പവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് 11 തവണ വന്നിട്ടുള്ള ഹൈ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 1നകത്ത് വന്നിട്ടുള്ള യൂണിറ്റ് 2ൽ വന്നിട്ടുള്ള വെബേറിയൻ പെർസ്പെക്ടീവ് ഓൺ അതോറിറ്റി 8 തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിലിറ്റി ടോപ്പിക് ആണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 1ൽ വന്നിട്ടുള്ള യൂണിറ്റ് 3 കണ്ടംപററി അപ്രോച്ചസ്, പ്ലൂറലിസ്റ്റ് ആൻഡ് എലൈറ്റ് തിയറീസ് ഓഫ് 10 തവണ വന്നിട്ടുള്ള ഹൈ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 1ൽ വന്നിട്ടുള്ള യൂണിറ്റ് 3 ഫംഗ്ഷനിസ്റ്റ് അപ്രോച്ച് ടു ദ പൊളിറ്റിക്കൽ ഓർഡർ 5 തവണ വന്നിട്ടുള്ള മീഡിയം ടോപ്പിക് ആണ്. അടുത്തത് ബ്ലോക്ക് 2ൽ വന്നിട്ടുള്ള ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. ബേസിക് കോൺസെപ്റ്റ് യൂണിറ്റ് 4 പവർ ആൻഡ് അതോറിറ്റി, കോൺസെപ്റ്റ് ഓഫ് പവർ ആൻഡ് ഇറ്റ്സ് ഡയമെൻഷൻസ് 14 തവണ വന്നിട്ടുള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 2നകത്ത് വന്നിട്ടുള്ള യൂണിറ്റ് 4 അതോറിറ്റി ആൻഡ് ലെജിറ്റിമസി എന്ന് പറയുന്ന ടോപ്പിക് 13 തവണ വന്നിട്ടുള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 2ൽ വന്നിട്ടുള്ള യൂണിറ്റ് 5 പൊളിറ്റിക്കൽ കൾച്ചർ ആൻഡ് ഐഡിയോളജി, പൊളിറ്റിക്കൽ കൾച്ചർ ആൻഡ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ 9 തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിലിറ്റി വരുന്ന ടോപ്പിക് ആണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 2ൽ വരുന്ന യൂണിറ്റ് 5 ഐഡിയോളജി ആൻഡ് ഹെജമണി 7 തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 2ൽ വന്നിട്ടുള്ള യൂണിറ്റ് 6 സിറ്റിസൺഷിപ്പ്, റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് 8 തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 2ൽ വന്നിട്ടുള്ള യൂണിറ്റ് 6 സിവിൽ സൊസൈറ്റി ആൻഡ് പബ്ലിക് സ്പിയർ
6 തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്കാണ്. ബ്ലോക്ക് 3 വന്നിട്ടുള്ള പൊളിറ്റിക്കൽ സിസ്റ്റം, യൂണിറ്റ് 7 പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് വന്നിട്ടുള്ള ടോപ്പിക് ഈ പറയുന്ന പോലെ ഡെമോക്രാറ്റിക് ആൻഡ് അതോറിറ്റേറിയൻ റീജൻസ് 7 തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്കാണ്. ബ്ലോക്ക് 3 വന്നിട്ടുള്ള യൂണിറ്റ് 7 ഓർഗൻസ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി എന്ന് പറയുന്ന ടോപ്പിക് 5 തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്കാണ്. ബ്ലോക്ക് 3 വന്നിട്ടുള്ള യൂണിറ്റ് 8 പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് പാർട്ടി സിസ്റ്റം ഇൻ ഇന്ത്യ 12 തവണ വന്നിട്ടുള്ള ഹൈ പ്രോബിലിറ്റി ടോപ്പിക്കാണ്. ബ്ലോക്ക് 3 വന്നിട്ടുള്ള യൂണിറ്റ് 8 ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ആൻഡ് പ്രഷർ ഗ്രൂപ്പ്സ് അത് മീഡിയം 6 തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 3 വന്നിട്ടുള്ള യൂണിറ്റ് 9 സോഷ്യൽ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ സോഷ്യൽ മൂവ്മെന്റ്സ് ആൻഡ് കളക്റ്റീവ് ആക്ഷൻസ് 10 തവണ വന്നിട്ടുള്ള ഹൈ പ്രോബിലിറ്റി ടോപ്പിക്കാണ്. ബ്ലോക്ക് 3 വന്നിട്ടുള്ള യൂണിറ്റ് 9 ഐഡന്റിറ്റി പൊളിറ്റിക്സ് കാസ്റ്റ് ആൻഡ് ജെൻഡർ 9 തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്കാണ്. ബ്ലോക്ക് 4 വന്നിട്ടുള്ള എവരിഡേ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ സ്ട്രക്ചർ ഓഫ് പവർ എന്ന് പറയുന്നത് യൂണിറ്റ് 10 എവരിഡേ സ്റ്റേറ്റ് പ്രാക്ടീസ് ഓഫ് സ്റ്റേറ്റ് 6 തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്കാണ്. ബ്ലോക്ക് 4 വന്നിട്ടുള്ള യൂണിറ്റ് 10 ബ്യൂറോക്രസി ആൻഡ് ലോക്കൽ ഒഫീഷ്യൽസ് 5 തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്കാണ്. ബ്ലോക്ക് 4 വന്നിട്ടുള്ള യൂണിറ്റ് 11 ലോക്കൽ ഗവർണൻസ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 11 തവണ വന്നിട്ടുള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 4 വന്നിട്ടുള്ള യൂണിറ്റ് 11 അർബൻ ലോക്കൽ ബോഡീസ് ആൻഡ് മുനിസിപ്പൽ ഗവർണൻസ് 7 തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്കാണ്. ഇനി ബ്ലോക്ക് 4 വന്നിട്ടുള്ള യൂണിറ്റ് 12 ലോക്കൽ പവർ സ്ട്രക്ചേഴ്സ് കാസ്റ്റ് ആൻഡ് ലോക്കൽ പവർ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അത് 9 തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്കാണ്. ബ്ലോക്ക് 4 വന്നിട്ടുള്ള യൂണിറ്റ് 12 ക്ലയന്റിസം ആൻഡ് പാറ്റേൺ ക്ലയന്റ് റിലേഷൻഷിപ്സ് 4 തവണ വന്നിട്ടുള്ള ലോ പ്രോബിലിറ്റി ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി വിഷ്വൽ ആയിട്ടുള്ള ഒരു ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ചാർട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏതൊക്കെ ബ്ലോക്കുകളാണ് ഹൈ പ്രയോറിറ്റി വരുന്നത്. അതായത് ജൂൺ 2023 മുതൽ ജൂൺ 2025 വരെ എടുക്കുമ്പോൾ പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ പേപ്പറിനകത്ത് ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ബ്ലോക്ക് 2 ബ്ലോക്ക് 3 ബ്ലോക്ക് 4 ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ബ്ലോക്ക് 2 നിന്നാണ്. പിന്നെ വരുന്നതെന്ന് പറയുന്നത് ബ്ലോക്ക് 3യും പിന്നെ അത് കഴിഞ്ഞ് ഒരു റെലവന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 1 പിന്നെ ബ്ലോക്ക് 4 ആണ്. അങ്ങനെയാണ് അതിന്റെ ആ ഒരു പ്രയോറിറ്റി ലെവൽ പോകുന്നത്. അതേപോലെ തന്നെ വിഷ്വൽ ഹീറ്റ് മാപ്പ് ഉണ്ട്. വിഷ്വൽ ഹീറ്റ് മാപ്പ് നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ബ്ലോക്കും യൂണിറ്റും അതിന്റെ ക്വസ്റ്റ്യൻസ് ഫ്രീക്വൻസി എത്രത്തോളം ആണ് എന്നുള്ള. ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഷെയ്ഡ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള ബ്ലോക്ക് ആണ്. മീഡിയം ഷെയ്ഡ് വരുന്നതെന്ന് പറയുന്നത് മീഡിയം ഫ്രീക്വൻസി വരുന്ന ടോപ്പിക്കും ലൈറ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ലോവർ റിലേറ്റീവ് ഫ്രീക്വൻസി വരുന്ന ബ്ലോക്കും ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ കീ ഇൻസൈറ്റ്സ് ബോക്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഇതിനകത്ത് പല ടോപ്പിക്കുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ടോപ്പിക്കുകളിലൂടെ ഒന്ന് മൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ടോപ്പിക്കിലൂടെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് പവർ ആൻഡ് ഇറ്റ്സ് ഡയമെൻഷൻ ആണ്. ബ്ലോക്ക് 2 വരുന്ന ഒരു ടോപ്പിക് ആണത്. അതിനകത്ത് യൂണിറ്റ് 4 വരുന്നതാണ്. ഫൗണ്ടേഷൻസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. ഫൗണ്ടേഷൻസ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യൽ അനാലിസിസ് അങ്ങനെയുള്ള ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് നിന്ന് വരുന്നത്. ഇനി അതോറിറ്റി ആൻഡ് ലെജിറ്റിമസി ബ്ലോക്ക് 2 യൂണിറ്റിൽ 4 നിന്ന് വന്നിട്ടുള്ളതാണ്. അതിനകത്ത് കൂടുതലും എങ്ങനെയാണ് പീപ്പിൾ സ്റ്റേറ്റിനെ ഒബേ ചെയ്യുന്നത്, അതിനകത്ത് വെബറിന്റെ തിയറി ആയിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. ഡെമോക്രസി, സ്റ്റേറ്റിന്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. മൂന്നാമത് വരുന്നതെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടീസും പാർട്ടി സിസ്റ്റം ഇൻ ഇന്ത്യ ആണ്. അത് ബ്ലോക്ക് 3 യൂണിറ്റ് 8 എന്ന് വരുന്നുണ്ട്. റിപ്പീറ്റഡ്ലി ഇത് ചോദിക്കുന്നുണ്ട്. കാരണം ഇന്ത്യൻ കണ്ടംപററി പൊളിറ്റിക്കൽ പ്രോസസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണം എന്നുള്ളത് ആ ഒരു കാരണം ആയതുകൊണ്ട് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് മാസ്റ്റർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബ്ലോക്ക് 2 ആണ്. ബ്ലോക്ക് 2ന്റെ കോർ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് പവർ, അതോറിറ്റി, ലെജിറ്റിമസി ഇതൊക്കെ എന്ന് പറയുന്നത് വളരെ കോർ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അതേപോലെ തന്നെ പല തിയറീസുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട്. പാർട്ടീസ് ആയിട്ട്, സോഷ്യൽ മൂവ്മെന്റ്സ് ആയിട്ട്, പഞ്ചായത്തി രാജുമായിട്ട് ഇതൊക്കെ ആയിട്ട് മൾട്ടിപ്പിൾ ആയിട്ട് സെക്ഷൻസിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഷോർട്ട് ആൻസറും മീഡിയം ആൻസേഴ്സും ലോങ് ആയിട്ടുള്ള അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ ബ്രിഡ്ജ് ചെയ്തിട്ട് ഈ ടോപ്പിക്സ് കമ്പൈൻ ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കോംപ്രിഹെൻസീവ് എക്സ്റ്റേൺ പാറ്റേൺ അനാലിസിസ് എന്ന് പറഞ്ഞ സെക്ഷനിലോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിസ്കവറിയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ടൈപ്പ് നമ്മൾ നോക്കുന്ന സമയത്ത് സ്ട്രക്ചറൽ ക്വസ്റ്റ്യൻസുകൾ എങ്ങനെയാണ് സ്ട്രക്ചറൽ ക്വസ്റ്റ്യൻസുകൾ വരുന്നത് എന്നുള്ളത്. ഇപ്പൊ ഡിസംബർ 2022 ജൂൺ 2023 ഡിസംബർ 2023 ജൂൺ 2024 25 ഒക്കെ എടുക്കുമ്പോൾ ലോങ് ഡിസ്ക്രിപ്റ്റീവ് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ചോദിച്ചതായിട്ട് കണ്ടിട്ടുള്ളത്. കാരണം 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. അതിനകത്ത് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ആൻസർ എനി 5 questions about 400 words 400 വാക്കിനുള്ളിൽ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. ഈ 5 ക്വസ്റ്റ്യൻസിനകത്തും 20 മാർക്കാണ് അവർ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ ഒരു 100 മാർക്കിന്റെ കാൽക്കുലേഷൻ വരുന്നത്. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് മെയിൻലി 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഒന്നെന്ന് പറയുന്നത് കോൺസെപ്റ്റ് എക്സ്പ്ലനേഷൻ എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. 20 മാർക്കിന് ഒരു 350 മുതൽ 400 വേർഡ്സിനുള്ളിൽ എഴുതാനായിട്ടാണ് ചോദിക്കുന്നത്. പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ തിയറിയും തിങ്കർ ബേസ്ഡ് ആയിട്ടുള്ള എസ്സേസും ആയിരിക്കും. ഏതെങ്കിലും തിയറീസോ അല്ലെങ്കിൽ ഏതെങ്കിലും തിങ്കേഴ്സിന്റെ കോൺസെപ്റ്റോ ചോദിച്ചിട്ട് അതിനെ എഴുതാൻ പറ്റുള്ള എസ്സേസ് വരും. അത് ഒരു 20 മാർക്കിനാണ് ചോദിക്കുന്നത്. അതും 400 മുതൽ 450 വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത്. അതേപോലെ തന്നെ കമ്പാരിറ്റീവ് ആൻഡ്
റിലേഷണൽ എസ്സേസ് ചോദിക്കും, ഏതെങ്കിലും കോൺസെപ്റ്റ്സുകൾ കമ്പയർ ചെയ്ത് എഴുതാനായിട്ട് ചോദിക്കും. അതും ഒരു 20 മാർക്കിന് 400 മുതൽ 450 വേർഡിൽ വേണം എഴുതാനായിട്ടുള്ളത്. അതേപോലെ തന്നെ അപ്ലൈഡ് എംപെരിക്കൽ ഇന്ത്യൻ ഫോക്കസ്ഡ് ഇലുസ്ട്രേഷൻ ടൈപ്പ് ഓഫ് എസ്റ്റേസ് ചോദിക്കും. ഇന്ത്യൻ കണ്ടക്ട്സിനകത്ത് വരുമ്പോൾ ഇത് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റ് ഇന്ത്യൻ കണ്ടക്ട്സിനകത്ത് വരുമ്പോൾ അത് വിശദീകരിക്കും എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വരാറുണ്ട്. അതും ഒരു 20 മാർക്കിനാണ് 400 മുതൽ 450 വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത്. ഇങ്ങനെയാണ് അതിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റ്സുകൾ വരുന്നത്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ഫോമാറ്റ്സ് നമ്മൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ കോൺസെപ്റ്റ് എക്സ്പ്ലനേഷൻ എസ്സേസ് എന്ന് പറയുമ്പോൾ ഡിഫൈൻ ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും കീ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ഇലിസ്ട്രേറ്റ് ചെയ്യാനും ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പവർ, സിറ്റിസൺഷിപ്പ്, ബ്യൂറോക്രസി, ഡെമോക്രസി, ഇതുപോലുള്ള കോൺസെപ്റ്റുകൾ ചോദിച്ചിട്ട് ആ കോൺസെപ്റ്റിന്റെ ക്ലാരിറ്റികൾ മെൻഷൻ ചെയ്യാനും അതേപോലെ തന്നെ അതിന്റെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഗ്രൗണ്ടിങ് 2-3 എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ എലാബറേറ്റ് ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഡെഫിനിഷൻ, എക്സ്പ്ലനേഷൻസ്, സബ് പോയിന്റ്സുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലും ആൻസറിനകത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതായത് സബ് ഹെഡിങ് ഒക്കെ വെച്ചിട്ട് ഉത്തരം എഴുതാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി തിയറി ആൻഡ് തിങ്കർ ബേസ്ഡ് എസ്സേസ് ഉള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് ഏതെങ്കിലും കോൺസെപ്റ്റ് ഓഫ് തിയറി, എന്തെങ്കിലും ഒരു തിയറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിങ്കറിന്റെ കോൺസെപ്റ്റോ ചോദിച്ചിട്ട് അതിനെ എലോബറേറ്റ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർക്സിസത്തിന്റെ വ്യൂ ഓഫ് സ്റ്റേറ്റ്, ഫൊക്കാൾട്ടിന്റെ ഗവൺമെന്റാലിറ്റി, പരോട്ടോയുടെ സർക്കുലേഷൻ ഓഫ് എലൈറ്റ്സ് തിയറി പറയാനായിട്ട്, അല്ലെങ്കിൽ സോഷ്യൽ കോൺട്രാക്ട് തിയറി, ഇങ്ങനെ പറഞ്ഞിട്ട് അതിനെ എലോബറേറ്റ് ചെയ്യാനായിട്ട് പറയാം. അപ്പൊ നിങ്ങൾ ആ തിയറി എന്താണ് എന്നുള്ളത് തന്നെ എഴുതുക. അതേപോലെ തന്നെ അതിന്റെ കണ്ടക്സ്റ്റ് വരുമ്പോൾ മെയിൻ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സുകൾ, ഈ തിയറിയുടെ പോരായ്മകൾ എഴുതാം, അല്ലെങ്കിൽ ഈ തിയറിയെ പറ്റി മറ്റുള്ള ക്രിട്ടിക്കാർ എന്ത് പറഞ്ഞു എന്ന് എഴുതാം. ഇന്നത്തെ സമൂഹത്തിനകത്ത് ഈ തിയറിക്കുള്ള റെലവൻസ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് എഴുതാം. അതിന്റെ ആ ഒരു ഇന്റേണൽ ലോജിക് അനുസരിച്ചിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടതാണ്. അതും ഒരു 400 മുതൽ 450 വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത്. ഇനി അടുത്ത കമ്പാരിറ്റീവ് ആൻഡ് റിലേഷണൽ എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് കമ്പയർ ചെയ്യാനും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനും റിലേറ്റ് ചെയ്യാനും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നുണ്ടാവുക. സ്റ്റേറ്റ്, നേഷൻ, സൊസൈറ്റി, റിലേഷൻഷിപ്സുകൾ, സ്റ്റേറ്റും സിറ്റിസൺഷിപ്പും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അതോറിറ്റിയുടെ ടൈപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത്, ഇതുപോലുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കമ്പാരിസേഷൻസ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിന്റെ സിമിലാരിറ്റീസും ഡിഫറൻസസുകളും എന്താണ് എന്നുള്ളത്. ഇതൊരു 20 മാർക്കിന് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ 400 മുതൽ 450 വേർഡ്സിന് മുകളിലും കമ്പയർ ചെയ്തിട്ട് എഴുതാനായിരിക്കും ഇത് പറയുന്നുണ്ടാവുക. അതേപോലെ തന്നെ അപ്ലൈഡ് എംപെരിക്കൽ ഇന്ത്യൻ ഫോക്കസ്ഡ് എസ്സേസ് വരും. അതായത് ഇന്ത്യൻ കണ്ടക്ട്സിനകത്ത് വരുമ്പോൾ ഇതിന്റെ തിയറീസ് എന്താണ്, അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്താണ്, ഇന്ത്യൻ കണ്ടക്ട്സിനകത്ത് ഇതിന്റെ മീനിങ് എന്താണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ വരാറുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ സോഷ്യൽ മൂവ്മെന്റ്സ്, സ്റ്റേറ്റ്ലെസ് ഓർ സെഗ്മെന്ററി സൊസൈറ്റീസ്, ഫാസിസം, ടൊട്ടാലിറ്റേറിയനിസം, ലോക്കൽ സെൽഫ് ഗവർണൻസ്, നാഷണൽ ഇന്റഗ്രേഷൻസ്, കൾച്ചർ ആൻഡ് എലൈറ്റ് സ്റ്റേറ്റസ്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ഇതിനെ കണക്ട് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. ഇതുപോലുള്ള ഇലുസ്ട്രേഷൻസുകൾ വെച്ചിട്ട് 20 മാർക്കിന് ആയിരിക്കും ഇത് ചോദിക്കുന്നുണ്ടാവുക. 400 മുതൽ 450 വേർഡ്സിനുള്ളിൽ വേണം ഇത് എഴുതാനായിട്ടുള്ള. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും കേസ് സ്റ്റഡീസുകളോ റെഫറൻസുകളോ എന്തെങ്കിലും എക്സാമ്പിൾസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെ എലാബറേറ്റ് ചെയ്ത് എഴുതാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ബ്ലോക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ ബ്ലോക്ക് വൈസുകൾ നോക്കുമ്പോൾ നമുക്ക് അറിയാം, രണ്ടാമത്തെ ബ്ലോക്ക് ആയിട്ടുള്ള ബേസിക് കോൺസെപ്റ്റ്സ്, പവർ തിയറി, എലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്ക് ഒരു 40% ഷെയർ അതിനകത്ത് നിന്നാണ് വരുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് അവിടെ നിന്നാണ്. പിന്നെ ബ്ലോക്ക് 1 അണ്ടർസ്റ്റാൻഡിംഗ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് ഒരു 20% വരുന്നുള്ളൂ. ബ്ലോക്ക് 3 പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്ത് നിന്ന് 28%-ഓളം വരുന്നുണ്ട്. ബ്ലോക്ക് 4 എവരിഡേ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പവറിനകത്ത് ഒരു 12%-ഓളം വരുന്നുണ്ട്. അപ്പൊ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ബ്ലോക്കുകൾ എന്ന് പറയുന്നത് ബ്ലോക്ക് 2ഉം ബ്ലോക്ക് 3ഉം ആണ്. കാരണം അത് 40%-നും ഒരു 28%-നുമായിട്ട് സൈമൾട്ടേനിയസ്ലി ആ ബ്ലോക്കുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അത് മുമ്പ് ഇതുപോലെ 2023 ജൂൺ മുതൽ 2025 ജൂൺ വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ വെയിറ്റേജ് ആണ് എത്രത്തോളം വന്നിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് ഈ ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ക്വസ്റ്റ്യൻസുകൾ ഓരോ വർഷം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത്. നമുക്ക് അത് ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷനിലോട്ട് പോവാം. സോ ഇതിന്റെ പാറ്റേൺ അനാലിസിസ് നോക്കുമ്പോൾ സ്റ്റേബിൾ ആയിട്ട് ഡോമിനൻസ് വരുന്നതെന്ന് പറയുന്നത് അപ്ലൈഡ് എംപെരിക്കൽ എസ്സേസ് ആണ്. അതായത് എന്തെങ്കിലും ഒരു ടോപ്പിക് തന്നിട്ട് നിങ്ങൾ അതിനെ അപ്ലൈ ചെയ്ത് എങ്ങനെ എഴുതും എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. കാരണം അത് ഈ നോക്കുന്ന സമയത്ത് ഒരു 50% ഓഫ് ക്വസ്റ്റ്യൻസ് 2023 ഡിസംബറിൽ ചോദിച്ചത് ഒരു 37%-ഓളം ജൂൺ 2023-ലായിരുന്നു അത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു വേരിയേഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഹെവി തിയറി ബേസ്ഡ്, കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പേപ്പർ ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷെ ആ തിയറിയുടെ റെലവൻസുകൾ കമ്പയർ ചെയ്യാനായിരിക്കും കൂടുതലായിട്ടും അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ കമ്പാരിറ്റീവ് ആൻഡ് റിലേഷണൽ റീസണിങ്സുകൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആയിട്ട് തന്നെ ഇപ്പൊ ചോദിക്കുന്നുണ്ട്. അതായത് 25%-ഓളം പേപ്പർ എന്ന് പറയുന്നത് ഇതുപോലെ കമ്പയർ ചെയ്യാനും റിലേഷൻഷിപ്സുകൾ അതുപോലുള്ള ഡിസ്കഷൻസുകളാണ് കൂടുതലായിട്ടും അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ചോദിക്കുന്നതായിട്ട് കാണുന്നത്. അതേപോലെ തന്നെ സ്ട്രാറ്റജിക് ടൈം മാനേജ്മെന്റ്. ടൈം മാനേജ്മെന്റ് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 3 അവേഴ്സിന്റെ ഒരു ക്വസ്റ്റ് 3 അവേഴ്സിന് നമ്മൾ എഴുതുന്ന സമയത്ത് ഒരു 100 മാർക്കിനാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നത്. ഒരു 25% എങ്കിലും ഇതുപോലുള്ള സമയത്തിന് എസ്സേസിനൊക്കെ നമ്മൾ 65%-ഓളം നമ്മൾ ഈ എസ്സേസിനൊക്കെ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യണം. കാരണം തിയറീസ് ഒരു 35% ആവറേജെങ്കിലും നമ്മൾ എഴുതാനായിട്ട് നമ്മൾ അത് കൊടുത്തിരിക്കണം. അതേപോലെ തന്നെ ഒരു 3 അവറിന്റെ ക്വസ്റ്റ്യൻ 3 അവറിന്റെ ഒരു പേപ്പർ ആയതുകൊണ്ട് തന്നെ 100 മാർക്കിന്
വരുന്ന സമയത്ത് ഒരു 10 to 15 മിനിറ്റ് എങ്കിലും നമുക്ക് പേപ്പർ റീഡ് ചെയ്യാനായിട്ട് വേണം. എന്നാൽ മാത്രമേ നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചുകൾ, ഒരു കോൺസെപ്റ്റ്, ഒരു ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ എങ്ങനെ ആ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതണം, അതിന്റെ ഏതൊക്കെ ഫോമാറ്റുകളിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് നമുക്കൊരു 10 to 15 മിനിറ്റോളം നമുക്ക് വേണ്ടി വരും. അതേപോലെ തന്നെ ഒരു 28 മുതൽ 30 മിനിറ്റോളം ലൈറ്റർ ആയിട്ടുള്ള കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസിന് ഡെഡിക്കേറ്റ് ചെയ്യുക. ബാക്കി ഒരു 32 മുതൽ 35 മിനിറ്റ് വരെ ഹെവി ആയിട്ടുള്ള കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസിന്, അപ്ലൈഡ് ക്വസ്റ്റ്യൻസിനും തിയറി ക്വസ്റ്റ്യൻസിനും ഒക്കെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നുവിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി, കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് നോക്കുമ്പോൾ റെക്കറിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് റെക്കറിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6 തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ട്രേസ് ദി എമർജൻസ് ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി ഇൻ ദ ഫീൽഡ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് 5 തവണ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ആൻഡ് ഡിസ്റ്റിംഗ്വിഷ് ദ നോഷൻസ് ഓഫ് ദ സ്റ്റേറ്റ്, നേഷൻ, സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം. മൂന്നാമത് വരുന്നത് എന്ന് പറയുന്നത് 5 തവണ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ദ പവർ ആൻഡ് അതോറിറ്റി ആൻഡ് ഷോ ഹൗ ദേ ആർ ബീൻ റിലേറ്റഡ്. നാലാമത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ എലൈറ്റ് ആൻഡ് കൾച്ചർ ആൻഡ് എലൈറ്റ് ടൈപ്സ്, കൾച്ചർ ആസ് എ മാർക്കർ ഓഫ് എലൈറ്റ് സ്റ്റേറ്റസ്. 5 തവണ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 4 തവണ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ സോഷ്യൽ മൂവ്മെന്റ്. അതേപോലെ തന്നെ ആറാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഗവർണൻസ് ആസ് എ കോൺസെപ്റ്റ് ഇൻ ദ കണ്ടംപററി പൊളിറ്റിക്സ്. 4 തവണ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 7ാമത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ വാട്ട് ഈസ് സിറ്റിസൺഷിപ്പ്, ഡിസ്കസ് ഇൻ മീനിങ് ആൻഡ് ഇംപ്ലിക്കേഷൻസ്. 3 തവണ വന്നിട്ടുണ്ട്. അതുപോലെ 3 തവണ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് ഇൻ ഇന്ത്യ. അതേപോലെ തന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 തവണ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി. 10ാമത് വരുന്നത് പറയുന്നത് 2 തവണ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ബേസിക് ഐഡിയ ആൻഡ് എലമെന്റ്സ് ഓഫ് ഡെമോക്രസി ആൻഡ് ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സിസ്റ്റം. ഈ 10 ക്വസ്റ്റ്യൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകുക. കാരണം ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പ് റെക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് മസ്റ്റ് ആയിട്ട് ഈ ഒരു 10 ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ടുള്ളത്. സോ ഇതിന്റെ ഫ്രീക്വൻസി ടേബിൾ നമ്മൾ നോക്കുന്ന സമയത്ത് ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ആയിട്ടുള്ള ആവറേജ് മാർക്സുകൾ എത്രയെന്ന് കൊടുത്തിട്ടുണ്ട്. വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഏതൊക്കെ ടോപ്പിക്കുകളാണ് ക്വസ്റ്റ്യൻസിന് ചോദിച്ചിട്ടുള്ളതെന്നുള്ള തീമും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ തീം നോക്കുമ്പോൾ എമർജൻസി ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി ബ്ലോക്ക് 1 വരുന്ന അണ്ടർസ്റ്റാൻഡിംഗ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് വരുന്ന ഒരു ടോപ്പിക്കാണ്. 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 20 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്, നേഷൻ, സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം ബ്ലോക്ക് 3 നിന്ന് വന്നിട്ടുള്ളതാണ്. പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്ത് 5 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 20 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. പവർ ആൻഡ് അതോറിറ്റി ബ്ലോക്ക് 2 ബേസിക് കോൺസെപ്റ്റിന് 5 തവണ ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. എലൈറ്റ് ആൻഡ് കൾച്ചർ, എലൈറ്റ് തിയറി ബ്ലോക്ക് 2 ബേസിക് കോൺസെപ്റ്റ് 5 തവണ ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഫീച്ചേഴ്സ് ആൻഡ് ടൈപ്സ് സോഷ്യൽ മൂവ്മെന്റ് ബ്ലോക്ക് 4 എവരിഡേ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പവർ 4 തവണ ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ കോൺസെപ്റ്റ് ഓഫ് ഗവർണൻസ് ബ്ലോക്ക് 4 എവരിഡേ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പവർ 4 തവണ ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. മീനിങ് ആൻഡ് ഇംപ്ലിക്കേഷൻസ് ഓഫ് സിറ്റിസൺഷിപ്പ് ബ്ലോക്ക് 2 ബേസിക് കോൺസെപ്റ്റ് 3 തവണ ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. സിഗ്നിഫിക്കൻസ് ഓഫ് ദ ലോക്കൽ ആൻഡ് സെൽഫ് ഗവർണൻസ് ഇൻ ഇന്ത്യ ബ്ലോക്ക് 4 എവരിഡേ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പവർ 3 തവണ ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. മേജർ ഫീച്ചേഴ്സ് ആൻഡ് റോൾ ഓഫ് ബ്യൂറോക്രസി 3 തവണ ചോദിച്ചിട്ടുണ്ട്. 2 തവണ ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 3 പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്ത് നിന്നാണ് വന്നിട്ടുള്ളത്. 20 മാർക്കിനാണ് അത് വന്നിട്ടുള്ളത്. ഐഡിയ ആൻഡ് എലമെന്റ്സ് ഓഫ് ഡെമോക്രസി ആൻഡ് ഡെമോക്രാറ്റിക് സിസ്റ്റം ബ്ലോക്ക് 3 പൊളിറ്റിക്കൽ സിസ്റ്റം 2 തവണ ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കിനാണ് അത് ചോദിച്ചിട്ടുള്ളത്. ഇനി സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ നമ്മുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് അഡ്വൈസ് തരുന്നതെന്ന് പറയുന്നത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു, എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു. കാരണം റിവിഷൻ അത് ഈ ഒരു 3R നിങ്ങൾക്ക് വേണം എന്നുള്ളത് നമുക്ക് പറയാനായിട്ടുള്ളത്. കാരണം എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ അതിനകത്ത് എക്സ്പേർട്ട് ആവും എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അനലിറ്റിക്കൽ ആയിട്ടുള്ള പോയിന്റ്സുകൾ, ഷോർട്ട് കൺക്ലൂഷൻസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ തന്നെ ഡിസൈഡ് ആക്കി വെക്കുക. അതായത് ഒരു ടോപ്പിക്ക് വന്നു കഴിഞ്ഞാൽ, അതിന്റെ കോൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ തുടക്കം എങ്ങനെ എഴുതണം എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഫുൾ ആയിട്ടുള്ള ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കുക.
400 വേർഡ് ആണെങ്കിൽ 400 വേർഡിനുള്ളിൽ എഴുതുക. ഒരു 12 മുതൽ 14 മിനിറ്റ് വരെ നിങ്ങൾ ആ ഒരു ആൻസറിന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ, ഇപ്പൊ ബ്ലോക്ക് 2 ഒക്കെ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്കുകൾ. അപ്പൊ ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളൊക്കെ വരുമ്പോൾ അതിനെ നന്നായിട്ട് കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ആൻസേഴ്സുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തിയറീസുകൾ വേണ്ട സമയത്ത് ആ തിയറീസുകൾ കോട്ട് ചെയ്യുക, എക്സാമ്പിൾസുകൾ കൂട്ടുക. ഇങ്ങനെയൊക്കെ മാത്രമേ നമുക്ക് ഈ ബ്ലോക്ക് വൈസ് ഇന്റഗ്രേഷൻസ് ചെയ്തിട്ട് നമുക്ക് ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇതൊരു വിഷ്വലൈസേഷൻ പൈ ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെ ടോപ്പിക്കുകൾ എത്ര പെർസെന്റേജ് വരുന്നുണ്ട് നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തതാണ്. ജസ്റ്റ് ഈ ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പെർസെന്റേജോളം വരുന്നുണ്ട് എന്നുള്ളത്. ഇപ്പൊ സ്കോപ്പ് പൊളിറ്റിക്കൽ സോഷ്യോളജി 30% വരുന്നുണ്ട്. സ്റ്റേറ്റ് നേഷൻ ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം 95% വരുന്നുണ്ട്. പവർ ആൻഡ് അതോറിറ്റി 5% വരുന്നുണ്ട്. എലൈറ്റ് ആൻഡ് കൾച്ചർ ഒരു സോഷ്യൽ മൂവ്മെന്റ്സ് ഒരു 25% വരുന്നുണ്ട്. ഗവർണൻസ് ഒരു 7% വരുന്നുണ്ട്. ഡെമോക്രസി ആൻഡ് ഡെമോക്രാറ്റിക് സിസ്റ്റം 4% വരുന്നുണ്ട്. ബ്യൂറോക്രസി 4% വരുന്നുണ്ട്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു 30%ആണ് വരുന്നത്. അപ്പൊ ഇത്രയും ടോപ്പിക്സുകൾ മസ്റ്റ് ആയിട്ട് പഠിക്കുക. അതേപോലെ തന്നെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ് വരുന്നത്. അതിന്റെ ആ ഒരു പ്രോബിലിറ്റി, അതായത് ഇപ്പൊ ബ്ലോക്ക് 1 നിന്ന് വന്നിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് പൊളിറ്റിക്കൽ സോഷ്യോളജി, യൂണിറ്റ് 1 എമർജൻസ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി, അല്ല ടോപ്പിക് അതായത് എമർജൻസ് ആൻഡ് സ്കോപ്പ് പൊളിറ്റിക്കൽ സോഷ്യോളജി ഒരു 70% പ്രോബിലിറ്റി ഉള്ള ഒരു ഹൈ ആയിട്ടുള്ള ഏരിയ ആണ്. അതേപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിംഗ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറഞ്ഞ ബ്ലോക്കിൽ തന്നെ ക്ലാസിക്കൽ പെർസ്പെക്ടീവ്സ് വരുന്നുണ്ട്. സ്റ്റേറ്റ്, സൊസൈറ്റി, റിലേഷൻഷിപ്സ് അതൊരു 50% ചാൻസ് ഉള്ള മീഡിയം ലെവൽ ടോപ്പിക് ആണ്. അണ്ടർസ്റ്റാൻഡിംഗ് പൊളിറ്റിക്കൽ സോഷ്യോളജി ക്ലാസിക്കൽ പെർസ്പെക്ടീവ് അതായത് മാത്സിന്റെ വെബറിന്റെ 40% വരുന്ന മീഡിയം പ്രോബിലിറ്റി ടോപ്പിക് ആണ്. അതേപോലെ തന്നെ ബേസിക് കോൺസെപ്റ്റിനകത്ത് വരുന്നിട്ടുള്ള പവർ ആൻഡ് അതോറിറ്റി അത് ഒരു 80% വരുന്ന ഹൈ പ്രോബിലിറ്റി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതേപോലെ തന്നെ ബേസിക് കോൺസെപ്റ്റിനകത്ത് വരുന്ന പവർ ആൻഡ് അതോറിറ്റിക്കകത്ത് വരുന്നതാണ് അതോറിറ്റി ആൻഡ് ലെജിറ്റിമസി 70% വരുന്ന ഹൈ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബേസിക് കോൺസെപ്റ്റിനകത്ത് വന്നിട്ടുള്ള മറ്റു പല ടോപ്പിക്സുകൾ നമുക്ക് നോക്കാം. അതായത് പൊളിറ്റിക്കൽ കൾച്ചർ ആൻഡ് ഐഡിയോളജി, എലൈറ്റ് ആൻഡ് കൾച്ചർ അതായത് അതും ഒരു 60% പ്രോബിലിറ്റി ഉള്ള മീഡിയം പ്രോബിലിറ്റി ടോപ്പിക് ആണ്. പൊളിറ്റിക്കൽ കൾച്ചർ ആൻഡ് ഐഡിയോളജി എന്ന് വന്നിട്ടുള്ള പൊളിറ്റിക്കൽ കൾച്ചർ ആൻഡ് സോഷ്യലൈസേഷൻ 40% ഇമ്പോർട്ടന്റ് വരുന്ന മീഡിയം പ്രോബിലിറ്റി ടോപ്പിക് ആണ്. അതേപോലെ തന്നെ ബേസിക് കോൺസെപ്റ്റ് എന്ന് വരുന്ന ഒരു ടോപ്പിക് ആണ് സിറ്റിസൺഷിപ്പും സിറ്റിസൺഷിപ്പിന്റെ റൈറ്റ്സ് 50% വരുന്ന മീഡിയം പ്രോബിലിറ്റി ടോപ്പിക് ആണ്. പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞ ഇതിനകത്ത് വരുന്ന ആ ഒരു 3ാമത്തെ ബ്ലോക്കിൽ നിന്ന് വരുന്നിട്ടാണ് പൊളിറ്റിക്കൽ സിസ്റ്റം അതിന്റെ ഡെമോക്രാറ്റിക് കോൺസെപ്റ്റ് 50% വരുന്ന മീഡിയം പ്രോബിലിറ്റി ടോപ്പിക് ആണ്. പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻസ് പാർട്ടി സിസ്റ്റം ഇൻ ഇന്ത്യ 40% വരുന്ന മീഡിയം പ്രോബിലിറ്റി ടോപ്പിക് ആണ്. സ്റ്റേറ്റ് അപ്പാരറ്റസ് ബ്യൂറോക്രസിയുടെ കോൺസെപ്റ്റ് വരുന്നുണ്ട്. 30% വരുന്ന ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. സോഷ്യൽ മൂവ്മെന്റ്സ് ആൻഡ് എവറിഡേ സ്റ്റേറ്റ് അതിനകത്ത് സോഷ്യൽ മൂവ്മെന്റ്സിന്റെ ടോപ്പിക് വരുന്നുണ്ട്. 50% വരുന്ന മീഡിയം പ്രോബിലിറ്റി ടോപ്പിക് ആണ്. അതേപോലെ തന്നെ എവറിഡേ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പവർ ഗവർണൻസ് ആൻഡ് എവറിഡേ സ്റ്റേറ്റ് ഗവർണൻസിന്റെ ടോപ്പിക് 50% വരുന്ന മീഡിയം പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ലോക്കൽ ഗവർണൻസിന്റെ ടോപ്പിക് വരുന്നുണ്ട്. 40% വരുന്ന മീഡിയം പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ലോക്കൽ പവർ സ്ട്രക്ചേഴ്സിന് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതിനകത്ത് എവറിഡേ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ പവർ ക്ലാസ്, സ്റ്റേറ്റ്, ക്ലാസ്, കാസ്റ്റ്, ജെൻഡർ ഡയമെൻഷൻസ് ചോദിക്കുന്നുണ്ട്. അത് 30% വരുന്ന ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ഇനി ജസ്റ്റിഫിക്കേഷൻ ഫുഡ് നോട്ട്സുകൾ നോക്കുകയാണ് എങ്കിൽ എമർജൻസി ആൻഡ് സ്കോപ്പ് പൊളിറ്റിക്കൽ സോഷ്യോളജി ഒരു 10 പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഒരു 7 തവണയെങ്കിലും ആ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 2022, 2023 ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് റിലേറ്റ് ചെയ്തിട്ട്. അതേപോലെ തന്നെ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ ഒരു 2 പേപ്പറിനകത്ത് ഒരു തവണയെങ്കിലും ഈ പറയുന്ന ടോപ്പിക് വന്നിട്ടുണ്ട്. ക്ലാസിക്കൽ പെർസ്പെക്ടീവ് മാർക്സിന്റെ വെബറിനെ ഒരു 10 പേപ്പർ എടുത്ത ഒരു 4 തവണയെങ്കിലും ഈ ക്ലാസിക്കൽ പെർസ്പെക്ടീവ് തിയറി ചോദിച്ചിട്ടുണ്ട്. പവർ ആൻഡ് അതോറിറ്റി എടുക്കുമ്പോൾ അത് എല്ലാ പേപ്പറിനകത്തും ഒരു 10 പേപ്പർ എടുത്തു കഴിഞ്ഞാൽ 8 പേപ്പറിലെങ്കിലും അത്തരത്തിലുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ചോദിച്ചിട്ടുണ്ട്. അതോറിറ്റി ആൻഡ് ലെജിറ്റിമസിയുടെ ടോപ്പിക് എടുക്കുമ്പോൾ ഈ പല ടൈപ്സുകളാണ് ചോദിച്ചിട്ടുള്ളത്. 10 പേപ്പറിൽ 7 തവണയെങ്കിലും ഈ ടൈപ്സ് ഓഫ് അതോറിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ഇനി എലൈറ്റ്സ് ആൻഡ് കൾച്ചർ എടുക്കുമ്പോൾ അതും ഇതുപോലെ റെക്കറിംഗ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എലൈറ്റിന്റെ സ്റ്റേറ്റസ് കൾച്ചറുമായിട്ടുള്ള റിലേഷൻഷിപ്സുകൾ. ഇനി പൊളിറ്റിക്കൽ കൾച്ചർ ആൻഡ് സോഷ്യലൈസേഷൻ എടുക്കുമ്പോൾ ഒരു 10ൽ ഒരു 4 തവണയെങ്കിലും അതുപോലുള്ള കോൺസെപ്റ്റ് ആയിട്ടുള്ള എസ്സേസ് പൊളിറ്റിക്കൽ കൾച്ചർ സോഷ്യലൈസേഷൻ പോലെയുള്ള മീഡിയം ഫ്രീക്വൻസി ടോപ്പിക്സുകൾ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സിറ്റിസൺഷിപ്പ് റൈറ്റ്സ് എന്താണ് സിറ്റിസൺഷിപ്പ് റൈറ്റ്സ് അതിന്റെ ഡിസ്കസ് വേരിയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടാണ് അത്തരത്തിലുള്ള ടോപ്പിക്സിൽ നിന്ന് വരുന്നത്. പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ഡെമോക്രസി എടുക്കുമ്പോൾ അതിന്റെ എലമെന്റ്സ് ഓഫ് ഡെമോക്രാറ്റിക് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ഡെഫിനിഷൻ ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം ഒരു 10ൽ ഒരു 5 തവണയെങ്കിലും അത് ചോദിച്ചിട്ടുണ്ട്. പാർട്ടി സിസ്റ്റം ഇൻ ഇന്ത്യ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പാർട്ടി സിസ്റ്റംസ് ആ പാർട്ടി സിസ്റ്റംസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഫങ്ഷണാലിറ്റി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെയുള്ള ടോപ്പിക് ഇങ്ങനെയുള്ള ഏരിയാസിൽ നിന്ന് ഒരു 10ൽ ഒരു 4 തവണയെങ്കിലും ഇതുപോലുള്ള റിപ്പീറ്റഡ് ആയിട്ട് പാർട്ടി സിസ്റ്റം ഇൻ ഇന്ത്യയെ പറ്റി ചോദിച്ചിട്ടുണ്ട്. സോഷ്യൽ മൂവ്മെന്റ്സിനെ പറ്റിയിട്ട് ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ്സിനെ പറ്റിയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് റീസെന്റ് ആയിട്ടുള്ള പേപ്പേഴ്സിനകത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഗവർണൻസ് ഗവൺമെന്റാലിറ്റിയും അതിലൊരു 10ൽ ഒരു 5 തവണയെങ്കിലും ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ വരുന്നുണ്ട്. വളരെ പ്രോമിനന്റ് ആയിട്ട് നമ്മൾ കണ്ടൊരു വർഷം എന്ന് പറയുന്നത് 2020 ഗവർണൻസിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുള്ളത്. ലോക്കൽ സിവിൽ ഗവൺമെന്റ്സ് പഞ്ചായത്ത് രാജിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ അത്രയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരു 10ൽ ഒരു 4 തവണയെങ്കിലും ഇത്തരത്തിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചിട്ടുണ്ട്.
സോ പ്രയോറിറ്റി സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള മോഡൽ ആയിട്ടുള്ള ആൻസേഴ്സ് ക്വസ്റ്റ്യൻസുകൾ വെച്ചിട്ട് നിങ്ങൾ 400 വേർഡിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ നിങ്ങൾ മൈൻഡ് മാപ്സുകൾ ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ തിങ്കേഴ്സ്, അതായത് മാർക്സിന്റെ കോൺസെപ്റ്റ് ഇതാണ്, വെബറിന്റെ കോൺസെപ്റ്റ് ഇതാണ്, ഫൊക്കാൾട്ടിന്റെ കോൺസെപ്റ്റ് ഇതാണ്. അതായത് അത് നിങ്ങളായിട്ട് നിങ്ങളുടെ ഒരു മൈൻഡ് ചാർട്ട് നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാനായിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാം. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന വഴിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു മെമ്മറി പവർ കിട്ടുകയും ചെയ്യും, അത് മനസ്സിൽ നിൽക്കുകയും ചെയ്യും, എക്സാമിന് നന്നായിട്ട് എഴുതാനും നിങ്ങൾക്ക് കൂടി സാധിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ മീഡിയം പ്രയോറിറ്റിയിൽ വരുന്ന ഒരു ടോപ്പിക്സുകൾ എന്ന് പറയുന്നത് ഒരു 40 മുതൽ 69% മീഡിയം പ്രയോറിറ്റി വരുന്ന ടോപ്പിക്കുകളാണ്. ഇപ്പൊ സ്റ്റേറ്റ് സൊസൈറ്റി റിലേഷൻഷിപ്പുകൾ, ക്ലാസിക്കൽ പെർസ്പെക്റ്റീവ്, എലൈറ്റ് കൾച്ചർ, പൊളിറ്റിക്കൽ കൾച്ചർ, സിറ്റിസൺഷിപ്പ്, പൊളിറ്റിക്കൽ സിസ്റ്റം, ഡെമോക്രസി, പാർട്ടി സിസ്റ്റം, സോഷ്യൽ മൂവ്മെന്റ്സ്, ഗവർണൻസ്, ലോക്കൽ സെൽഫ് ഗവർണൻസ്, ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ എന്നൊക്കെ പറയുന്നത് ഒരു 40 മുതൽ 69% വരെ ഇങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് വരുന്നത്. അപ്പൊ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു 3-4 അനലിറ്റിക്കൽ പോയിന്റ്സുകൾ വെച്ചിട്ട് ഇന്ത്യൻ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒരു ഫ്ലാഷ് കാർഡ്സുകൾ സെറ്റ് ചെയ്യുക, നിങ്ങൾ തന്നെ ഒരു ഷോർട്ട് പോയിന്റ്സുകൾ ക്രിയേറ്റ് ചെയ്യുക, കമ്പാരിറ്റീവ് ആയിട്ടുള്ള ഗ്രിഡ്സുകൾ ഉണ്ടാക്കി വെക്കുക. അതായത് ട്രഡീഷണൽ, കരിസ്മാറ്റിക്, ലീഗൽ അതോറിറ്റീസുകൾ വരുമ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് എന്നുള്ള എക്സാമ്പിൾസുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് എഴുതി വെക്കാനായിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ 20 മാർക്കിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഒരു 200 വേർഡിലെങ്കിലും ഒരു കംപ്രസ് ചെയ്തിട്ടുള്ള വേർഷൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ബാക്കി നമുക്ക് എക്സാമിന് കയറിയിട്ട് നമുക്ക് അതിനെ എലോബറേറ്റ് ചെയ്യാമല്ലോ. ഒരു 200 വേർഡിലെങ്കിലും നിങ്ങൾക്ക് ആ ഒരു കണ്ടന്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി ലോ പ്രയോറിറ്റി ടോപ്പിക് പറയുമ്പോൾ 40-ന് താഴെ വരുന്ന ടോപ്പിക്കുകളാണ്. 40-ന് താഴെ വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ എവരിഡേ സ്റ്റേറ്റ്, ലോക്കൽ പവർ, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് ലോ പ്രയോറിറ്റിയിൽ വരുന്നത്. അതിന് ഒരു ഷോർട്ട് ആൻസർ കീപ്പ് ചെയ്ത് വെക്കുക. അതായത് ഒരു 150 മുതൽ 200 വേർഡ്സിനുള്ളിൽ ഒരു എസ് എഴുതാൻ പാകത്തിനുള്ള നോട്ട് ഉണ്ടാക്കി വെക്കാനായിട്ടാണ് പറയാനായിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ അതിന്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എക്സാമ്പിൾസുകൾ നിങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് എവരിഡേ എക്സാമ്പിൾസുകൾ, നിങ്ങളിപ്പോ ഈ പറയുന്ന പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ChatGPT ഒക്കെ ഉള്ള കാലമാണ്. നിങ്ങൾക്ക് എക്സാമ്പിൾസുകൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് റെഫർ ചെയ്യാം, ChatGPT-യിലൊക്കെ കൊടുക്കുക. അപ്പൊ ആ ഒരു എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ കുറച്ചുകൂടെ കണ്ടന്റ് റിച്ച് ആയിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ എക്സാമിന് ടൈം ആണ്, നല്ല ടൈറ്റ് ആണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പ്രയോറിറ്റൈസ് ചെയ്ത് ഡെഫിനിഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലായിട്ട് അതിന്റെ കീ ഫീച്ചേഴ്സ് ഒക്കെ നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ്. നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ടാണ് ഇത് തരുന്നത്. ബാച്ചുലർ ഓഫ് ആർട്സ് ഹോണേഴ്സ് സോഷ്യോളജി BA SOH term and examination December 2025, BA SOC 105 political sociology, time allocated 3 hours, maximum mark 100. Attempt any 5 questions, writing your answer in about 400 words each, and all questions carry equal marks. Question number 1, critically discuss the historical emergence of political sociology as a distinct field of inquiry. In your answer, show how changing forms of state and society created the need for of this discipline. അതായത് സോഷ്യൽ പൊളിറ്റിക്കൽ സോഷ്യോളജി വന്ന സമയത്ത് എന്തൊക്കെ വേരിയസ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് സൊസൈറ്റിക്കകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ക്വസ്റ്റിനകത്ത് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് എക്സാമിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പവർ ആൻഡ് അതോറിറ്റി ഇൻ ദ മോഡേൺ പൊളിറ്റിക്സ്. അതായത് എങ്ങനെ ഈ പവർ ആൻഡ് അതോറിറ്റി ഷേപ്പ് ചെയ്തു മോഡേൺ പൊളിറ്റിക്കൽ സൊസൈറ്റി, അതിനെ എങ്ങനെ എക്സസൈസ് ചെയ്യുന്നു, അതിനെ എങ്ങനെ സൊസൈറ്റി റെസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യമാണ് അതിനകത്ത് വരുന്നത്. Third question എന്ന് പറയുന്നത് explain the concept of legitimacy and analyze its significance for the democratic and non-democratic political system. Illustrate your answer with suitable sociological examples. അതായത് ലെജിറ്റിമസിയുടെ കോൺസെപ്റ്റ് അതിന്റെ സിഗ്നിഫിക്കൻസും ആണ് ചോദിക്കുന്നത്, എക്സാമ്പിൾ വെച്ചിട്ട് എഴുതാനായിട്ടാണ് പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പയർ ദ classical and contemporary sociological perspective on the state and society relationships. And what insights do they offer understanding political process in the present day India? അതായത് ഇന്ത്യ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ആ സ്റ്റേറ്റ് സൊസൈറ്റി റിലേഷൻഷിപ്പ് എഴുതാനായിട്ട് ചോദിക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ഹൗ ദി എലൈറ്റ്സ് ആർ ഫോംഡ് ആൻഡ് റീപ്രൊഡ്യൂസ് ഇൻ ദ സൊസൈറ്റി. ഇൻ വാട്ട് വേസ് ഡു ദ കൾച്ചറൽ ലൈഫ് സ്റ്റൈൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കോൺട്രിബ്യൂട്ട് ടു ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ എലൈറ്റ് സ്റ്റേറ്റസ്. എലൈറ്റ് സ്റ്റേറ്റസിന്റെ കോൺട്രിബ്യൂഷന് എങ്ങനെയാണ് സൊസൈറ്റിയും ലൈഫ് സ്റ്റൈലും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഭാഗമാവുന്നത്, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ആൻഡ് സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അനലൈസ് ദ കോൺസെപ്റ്റ് ഓഫ് സിറ്റിസൺഷിപ്പ് വിത്ത് റെഫറൻസ് ടു ദ റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ. ഹൗ have the social movements contributed to the expanding and redefining citizenship related question ആണ്. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസും പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ആണ് നിങ്ങളോട് എഴുതാനായിട്ട് പറയുന്നത്. സെവൻത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ദി ഐഡിയ ഓഫ് ദ ഗവർണൻസ് ആസ് എ വേ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ദ ഫംഗ്ഷനിങ് ഓഫ് ദ contemporary state. Bring out the implications for the everyday interactions between the citizens and states institutions at the local level. അതായത് ലോക്കൽ ലെവലിനകത്ത് വരുമ്പോൾ ഈ പറയുന്ന പോലെ ഗവർണൻസ് എങ്ങനെ കണ്ടംപററി സ്റ്റേറ്റുമായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നു, അതിന്റെ എവരിഡേ ആൾക്കാരുമായിട്ടുള്ള സിറ്റിസൺഷിപ്പിന്റെ ഇന്ററാക്ഷൻസ് എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് അതിനകത്ത് എഴുതാനായിട്ടുള്ളത്.
എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ റോൾ ഓഫ് ലോക്കൽ സെൽഫ് ഗവർണൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റൂറൽ ആൻഡ് അർബൻ deepening the democracy in India. What structural and social challenges do they face in practicing inclusive governance? അതായത് എല്ലാരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗവേണൻസ് വരുന്ന സമയത്ത് എന്തൊക്കെ ചലഞ്ചസ് ആണ് റൂറൽ ഏരിയാസിനകത്തും അർബൻ ഏരിയാസിനകത്തും ലോക്കൽ സെൽഫ് ഗവേണൻസ് വരുമ്പോൾ ഫേസ് ചെയ്യുന്നത്? ആ ചലഞ്ചസ് ആണ് നിങ്ങളോട് ചോദിക്കുന്നത്. ആ ചലഞ്ചസ് എഴുതാനായിട്ടാണ് പറയുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്ന പൊളിറ്റിക്കൽ സോഷ്യോളജിക്കകത്ത് വരുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ പറയുന്ന പോലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസുകൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് വേണം എക്സാമിനേഷന് പഠിക്കാനായിട്ടുള്ളത്. ലേൺ വൈസിന്റെയും ടീമിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെന്റേഴ്സിനെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ ബൈ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം ഫ്രം ദ ലേൺ വൈസ് ആൻഡ് ദ ടീം. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.